ക്രിസ്തുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്, നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, അതല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് വിശുദ്ധിയില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ, അല്ലെ പ്രാർത്ഥനയിലായിരിക്കാൻ, ദൈവവുമായൊരു ബന്ധം സ്ഥാപിക്കാൻ തക്ക രീതിയിലുള്ള ഒരു വിശുദ്ധി എനിക്കില്ല. സത്യത്തിൽ ആത്മലോകത്തിൽ, ക്രിസ്തീയ ആത്മീക ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധധാരണകളിൽ ഒന്നാണ്, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാനായി നമുക്ക് വിശുദ്ധി ഇല്ല എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ട് നമുക്ക് വിശുദ്ധിയുടെ ആവശ്യമില്ല. മനസ്സിലാക്കിക്കോ. പിന്നെ അതിൻ്റെ കാരണം പറഞ്ഞു തരാം. നമ്മൾ പാപം ചെയ്തു, ദൈവമഹത്വത്തിന് അയോഗ്യരായി. നമുക്ക് സ്വർഗീയ സമ്മാനം നഷ്ടപ്പെട്ടു, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു, പാപത്തിലായി നമ്മൾ. ഓക്കെ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ പറ്റില്ല. നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യനും ദൈവിക അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല. ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അക്സസ് ഇല്ലാതിരിക്കുക, ദൈവം തന്നെ നമുക്ക് ദൈവത്തെ അക്സസ് ചെയ്യുവാനുള്ള ഒരു വാതിൽ തുറന്നു തന്നു. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധിയെ പ്രതി അല്ല, നമ്മൾ വിശുദ്ധരായതുകൊണ്ടോ നമ്മൾ പാപം ചെയ്യാതിരുന്നതോ കൊണ്ടോ അല്ല. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം തൻ്റെ സാന്നിധ്യത്തിലേക്ക്, തൻ്റെ മഹത്വത്തിലേക്ക്, താനുമായുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളായി ചേരുവാനായി ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരികയാണ് ചെയ്തത്. ആ വാതിലാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ വിശുദ്ധിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോ, മോസ്റ്റ് ഹോളിയായ, അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള, ആ ദൈവത്തെ സന്ദർശിക്കുവാനുള്ള, ആ ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുവാനുള്ള വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ആകുന്നു. നമ്മൾ വിശുദ്ധരായത് കൊണ്ടല്ല നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത്. ദൈവം തൻ്റെ പുത്രനായ യേശു വഴി നമ്മളെ വിശുദ്ധീകരിച്ചത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടക്കുവാനുള്ള നമ്മുടെ ഡോറെന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ വിശുദ്ധിയല്ല. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എത്തുവാനുള്ള നമ്മുടെ വഴിയെന്ന് പറയുന്നത് കർത്താവായ യേശു ആകുന്നു. ഹി ഈസ് ദ ലോർഡ് ഹു മേക്സ് യു ഹോളി. നിന്നെ ശുദ്ധീകരിക്കുന്ന, നിന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവം അവനാകുന്നു. ഈ ബോധത്തിൽ നമുക്ക് ജീവിക്കാം. ഇതിനെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.